ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവില് അക്ബറിന്റെ അടുത്ത് നമ്മുടെ സരിക, ചൈത്യ, ആദില, നൂറ ഇവരൊക്കെ ഇരിക്കുകയാണ്. സംഗതി സംസാരിക്കുന്ന രേണുസുതിയെ കുറിച്ചാണ്. രേണുസുതി ഒന്നും ചെയ്യുന്നില്ല, ആക്റ്റീവ് അല്ല, മിണ്ടാതെ അവിടെ കിടക്കുകയാണ്, എപ്പോഴും കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. എല്ലാ ക്യാമറകളിലും പോയിട്ട് എപ്പോഴും സുതിച്ചേട്ടനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എപ്പോഴും മക്കളുടെ കാര്യം പറയുന്നു. 71 ക്യാമറ ഉണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും പോയിന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് സരിക. നമ്മൾ ഇവിടെ കിടന്ന് അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കി ഒന്ന് കിടക്കാനെന്നും പറഞ്ഞ് വന്ന് കട്ടിലിരിക്കുമ്പോൾ ഉടനെ തന്നെ ആ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രേണുസുതി ഇങ്ങനെ തല ചൊറിഞ്ഞിട്ട് അതിങ്ങനെ എന്റെ ദേഹത്തേക്ക് ഇങ്ങനെ കൊടഞ്ഞിടും എന്ന് പറഞ്ഞിട്ട് ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 2 കാലും എന്റെ പുറത്തൂടെ കയറ്റി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ അത് കണ്ട് പേടിച്ചു പോയി ചേച്ചി, ഞാൻ നോക്കിയപ്പോൾ 2 കാല് മാത്രം ഇങ്ങനെ തള്ളി നിൽക്കുന്ന കണ്ടു, ഞാൻ പേടിച്ചു പോയി ചേച്ചി എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അതായത് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. എന്താ പറയാ, അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ സരികയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് രേണുസുധീരുടെ അടുത്ത് പറയുക, അല്ലേ? എല്ലാ മനുഷ്യർക്കും ചില കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്, ഇപ്പം മുടി ഇങ്ങനെ കുടഞ്ഞ് ചൊറിഞ്ഞിടുന്നതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അത് സരിക പറയേണ്ടത് രേണുവിൻ്റെ അടുത്താണ്. അതല്ലെങ്കിൽ കാല് പുറത്തൂടെ കയറ്റിയിടുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് രേണുവിൻ്റെ അടുത്ത് പറയണം. രേണു ക്യാമറയിൽ പോയി സംസാരിക്കുന്നത് ഓവറായി തോന്നുന്നെങ്കിൽ അത് രേണുവിൻ്റെ അടുത്ത് പറയണം. അതിനുള്ള ഗഡ്സ് അല്ലേ കാണിക്കേണ്ടത്, അല്ലാതെ അവരറിയാതെ മാറിയിരുന്ന് 5-6 പേര് ചേർന്ന് അവരെ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? എന്തോ അത് കുറച്ച് അനാവശ്യമായ ഒരു പ്രവൃത്തിയായിട്ട് തോന്നി. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.